മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച CPIM പ്രവർത്തകർ പെരുമ്പാവൂരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയതിന്റെ ഭാഗമായി പെരുമ്പാവൂരിലും CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു. മുദ്രാവാക്യങ്ങൾ വിളിച്ച് പെരുമ്പാവൂർ ടൗൺ ചുറ്റിയാണ് പ്രതിഷേധ റാലി നടത്തിയത്. ED കൂട്ടുകെട്ടിൽ നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലിനെതിരെ പ്രതിഷേധം എന്നെഴുതിയ ബാനറുകൾ പിടിച്ച് നിരവധി പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത്. ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണെന്നും പ്രവർത്തകർ ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന തരത്തിലുള്ള വാചക കസർത്തും പ്രസ്താവനയെല്ലാം നാം കണ്ടതാണ്. ആ പ്രസ്താവന അതിന് ശേഷം ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി മാറിയതിന് ശേഷം ഭരണത്തിൻ്റെ തണലിൽ പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ തോൽവിക്ക് ശേഷം ഈ പ്രസ്ഥാനത്തെ തല്ലിച്ചതക്കാമെന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ ജയിലടക്കാമെന്നും എല്ലാ വ്യാമോഹത്തിനകത്താണ് VD സതീശനും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ആരോപിക്കാനുണ്ടോ? ഒരു കുറ്റമില്ല. പല സന്ദർഭങ്ങളിൽ പിണറായി വിജയനെതിരായി കോടതിയിൽ വന്ന കേസെല്ലാം കോടതി തെളിവുകളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഒരു കേസ് പോലും നിലനിൽക്കുന്നില്ല. ചിലവുകളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസ് ഇപ്പോൾ തട്ടിയെടുത്ത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക, പിണറായി വിജയനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ CPMനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ CPMന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള തോൽവിയുടെ മറവിൽ ഞങ്ങളെല്ലാവരും ഒലിച്ചുപോയി. ഇനി അതുകൊണ്ട് CPMനെതിരെ ഏത് തരത്തിലുള്ള കള്ളക്കേസ് എടുത്താലും അതൊന്നും വരാനില്ല എന്ന ചിന്താഗതിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നടപടി സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.